തൊട്ടടുത്താണ് അടുത്ത ദേവാലയം. സെന്റ് പീറ്റേഴ്സ് പ്രൈമസി അഥവാ മെൻസ ക്രിസ്റ്റി എന്നറിയപ്പെടുന്നു. തടാകത്തിൻ്റെ കരയിൽ നിറയെ വൃക്ഷങ്ങൾ നിറഞ്ഞ അതിമനോഹര ദേവാലയം. യേശുവിൻ്റെ മരണാനന്തരം പത്രോസും സംഘവും പഴയപോലെ മത്സ്യബന്ധനത്തിനിറങ്ങി. എന്നാൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. പുലർച്ചെ ഈശോ കരയിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ശിഷ്യന്മാർക്ക് ഈശോയെ മനസ്സിലായില്ല. ഈശോ അവരോട് വീണ്ടും വലയിറക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ വലയിറക്കിയപ്പോൾ അവർക്ക് 153 മത്സ്യങ്ങളെ കിട്ടി. അവർ കരയ്ക്ക് കയറിയപ്പോൾ ഒരു പാറമേൽ ഈശോ പ്രഭാത ഭക്ഷണം പാചകം ചെയ്ത് അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അത് ഈശോയാണെന്ന് തിരിച്ചറിഞ്ഞ പത്രോസ് ഈശോയോട് 3 പ്രാവശ്യം പറഞ്ഞു, കർത്താവേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന്. അങ്ങനെ ഈശോയെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് 3 പ്രാവശ്യം കർത്താവെ, നിന്നെ ഞാൻ അധികമായി സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ സ്ഥലമാണിത്. ദേവാലയത്തിനുള്ളിൽ ഒരു പാറക്കൂട്ടം കാണാൻ സാധിക്കും. മെൻസ ക്രിസ്റ്റി എന്നവിടെ എഴുതി വച്ചിരിക്കുന്നു. ടേബിൾ ഓഫ് ജീസസ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പിന്നെ ഞങ്ങൾ തടാകത്തിലിറങ്ങി ഫോട്ടോസ് എടുത്തു. തടാകക്കരയിൽ ഈശോ പത്രോസിനെ അനുഗ്രഹിക്കുന്ന ഒരു മനോഹര ശില്പവും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ മനോഹര കാഴ്ചകൾ ആവോളം കണ്ട് ഞങ്ങൾ തിരിച്ച് ബസ്സിലേക്ക് യാത്രയായി. ഇന്നത്തെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം എല്ലാവരും ബസ്സിൽ കയറി. ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം കാനായിലെ പള്ളിയിലേക്കാണ്. ഇന്നലെ കാന സന്ദർശിച്ചിരുന്നുവെങ്കിലും സമയപരിമിതി മൂലം പള്ളി സന്ദർശിക്കുവാൻ സാധിച്ചില്ല. കാനായിൽ നിന്നിറങ്ങി കുറച്ച് നടന്നു വേണം പള്ളിയിലെത്താൻ. പൗരാണികത നിറഞ്ഞ ആ ഇടുങ്ങിയ തെരുവിലൂടെ ഞങ്ങൾ പള്ളിയിലേക്ക് നടന്നു. ഈശോ തൻ്റെ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത് ഇവിടെയാണ്. കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നപ്പോൾ മാതാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം വെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി മാറ്റിയതാണ് ആദ്യ അത്ഭുതം. കാഫർ ഖാന എന്ന പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. നസ്രത്തിൽ നിന്നും 9 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ കൊച്ചു പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് ഇതൊരു അറബിക് വില്ലേജാണ്. 4-ാം നൂറ്റാണ്ടിൽ മദർ ഹെലേനയാണ് ഇവിടെ ആദ്യത്തെ ദേവാലയം പണി കഴിപ്പിച്ചത്. 17-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിസ്കൻസ് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും അതിൻ്റെ മുകളിൽ ഇപ്പോൾ കാണുന്ന ദേവാലയം പണി കഴിപ്പിക്കുകയും ചെയ്തു. 1879 ഇപ്പോഴുള്ള ദേവാലയത്തിൻ്റെ നിർമ്മിതി പൂർത്തിയായത്. 2 തട്ടുകളായാണ് ഈ ദേവാലയം ഉള്ളത്. താഴത്തെ നിലയിലേക്ക് ഇറങ്ങുന്ന പടിക്കെട്ടുകളുടെ സമീപം പഴയ ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണുവാൻ സാധിക്കും. അവിടെ ഒരു വലിയ കൽഭരണി ഗ്ലാസിൽ ആവരണം ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ദേവാലയ സന്ദർശനത്തിന് ശേഷം അവിടുത്തെ ഗാർഡനിൽ സജ്ജമാക്കിയ അൾത്താരയിൽ ഞങ്ങൾ ദിവ്യബലി അർപ്പിക്കുകയും ദമ്പതികൾക്ക് അവരുടെ വിവാഹവ്രത വാഗ്ദാനം വിജലച്ചൻ്റെയും സക്രിയാച്ചൻ്റെയും ആത്മീയ നേതൃത്വത്തിൽ നവീകരിക്കുകയും ചെയ്തു. ഞങ്ങൾ തിരികെ ബസ്സിലേക്ക് കയറി.